വഖഫ് ബോർഡിലെ അമുസ്ലിം അംഗങ്ങളുടെ നിയമനത്തിൽ മുൻ നിലപാടിൽ മലക്കം മറിഞ്ഞ് സംസ്ഥാന സർക്കാർ. വഖഫ് ബോർഡിൽ സങ്കീർണത സൃഷ്ടിക്കാൻ ഇല്ലെന്നാണ് സർക്കാരിന്റെ പുതിയ നിലപാട്. സുപ്രീം കോടതി വിധിക്ക് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്നാണ് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ബോർഡിലെ ഒഴിവ് ആദ്യം നികത്തിക്കൂടെ എന്ന സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ ബുദ്ധിമുട്ടിക്കാനില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. രേഷ്മയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രേഷ്മ, എന്താണിന്ന് കോടതിയിൽ സംഭവിച്ചത്? നേരത്തെ എടുത്ത നിലപാടിൽ നിന്നും പെട്ടെന്ന് സർക്കാർ മലക്കം മറിഞ്ഞുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിൽ പറഞ്ഞത്? ഗൗതം, വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ നേരത്തെ എടുത്തിരുന്ന നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതായത് നേരത്തെ ഹൈക്കോടതിയിലടക്കം സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് സെക്ഷൻ 14 പ്രകാരം, അതായത് ഭേദഗതിക്ക് അനുസൃതമായിട്ട് ഈ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാം എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ മുൻ നിലപാട്. പക്ഷേ അതിപ്പോൾ തിരുത്തിയിരിക്കുകയാണ്. പകരം ഹൈക്കോടതിയിൽ AG അറിയിച്ചിട്ടുള്ളത്, അതായത് ഈ വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര, അതായത് മുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുന്ന വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീം കോടതിയുടെ വിധിക്ക് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്നുള്ളതാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ ഇന്ന് സ്വീകരിച്ചിട്ടുള്ള നിലപാട്. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുക തന്നെ ചെയ്യും. ഷിയ സുന്നി ഉൾപ്പെടെയുള്ള മറ്റ് പിന്നോക്ക മുസ്ലിം വിഭാഗങ്ങളുടെ അവർക്ക് എത്ര പ്രാതിനിധ്യം വേണം, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതിൽ വഖഫ് ബോർഡ് CEOയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് വഖഫ് സ്വത്തുക്കളുടെ എണ്ണം, മൂല്യം, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കണം. അതിനുശേഷം CEOയുടെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സർക്കാരിനോട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്, നിയമാനുസൃതം തന്നെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. യാതൊരു തരത്തിലും ഇടപെടാനായിട്ടുള്ള അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾ ഹൈക്കോടതി നടത്തുന്നില്ല. എല്ലാ അധികാരവും സർക്കാരിനുണ്ട്. അതായത് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാനായിട്ടുള്ള അധികാരമൊക്കെ തന്നെ സർക്കാരിനുണ്ട്. പക്ഷേ നിയമാനുസൃതമായിട്ട് ആയിരിക്കണം കാര്യങ്ങൾ നടത്തേണ്ടത്. മാത്രമല്ല, ഈ ബോർഡിൽ നിലവിലുള്ള ഒഴിവുകൾ നികത്തിക്കൂടെ, അതിനുശേഷം പോരെ ഈ പുനഃസംഘടന എന്നുള്ള ഒരു കാര്യം, അഭിപ്രായം എന്നുള്ള രീതിയിൽ ഹൈക്കോടതി ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട്. കാരണം നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അഭിപ്രായത്തിലേക്ക് തങ്ങൾ കടക്കുന്നില്ല. പകരം നിലവിലുള്ള ഒഴിവുകൾ നികത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ട് പിന്നീട് വിശദമായിട്ട് തന്നെ ഈ വിഷയം പരിഗണിച്ചുകൊണ്ട് പുനഃസംഘടനയിലേക്ക് കടന്നാൽ പോരെ എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ അഭിപ്രായം. അപ്പോൾ സർക്കാർ പറഞ്ഞത്, ഈ വഖഫ് ബോർഡ് പുനഃസംഘടന അല്ലെങ്കിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു സങ്കീർണത സൃഷ്ടിക്കാൻ തങ്ങളില്ല. എന്തായാലും നിലവിൽ ഈ പുനഃസംഘടന സംബന്ധിച്ച് എത്രത്തോളം പ്രാതിനിധ്യം മറ്റ് പിന്നോക്ക മുസ്ലിം വിഭാഗങ്ങൾക്ക് വേണം, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാണ്. മുസ്ലിം അംഗങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാടിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ മലക്കം മറിഞ്ഞിരിക്കുന്നത്. രേഷ്മ ബാബു വിവരങ്ങൾ നൽകുകയായിരുന്നു.